കേരളത്തിന്റെ ധനപ്രതിസന്ധി വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. കാരണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ധനപ്രതിസന്ധി. ഇതിനെവിടെ ഒരു പരിഹാരം കണ്ടെത്തും ആരൊരു പരിഹാരം കണ്ടെത്തും എന്ന ആ ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് ഓരോ പുതിയ ദിവസവും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പെൻഷൻ, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ ഗവൺമെന്റ് വലയുകയാണ്. ഒരു ഗഡു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തത് തന്നെ, ഈ ഇലക്ഷൻ കാലത്ത് കൊടുത്തത് തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് എടുത്ത വായ്പ കൊണ്ടാണ് കൊടുത്തത്. വായ്പ എടുത്തത് കുറച്ചുകൂടി ബാക്കി തുക ഉണ്ടായിരുന്നു, വീണ്ടും ഒരു പ്രാവശ്യം കൂടി കൊടുക്കത്തക്ക രീതിയിൽ. പക്ഷെ ആ തുക ധനപ്രതിസന്ധിയുടെ ആക്കം രൂക്ഷമായതുമൂലം ട്രഷറിയിലേക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ വീണ്ടും ഇത് കൊടുക്കാൻ, ഈ 1600 രൂപ വെച്ച് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. അതോ ഈ കഴിഞ്ഞ ബജറ്റിൽ 2024-25 ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞതാണ്, അടുത്ത വർഷം, അതായത് ഈ ഏപ്രിൽ, ഇപ്പോൾ നാം കടന്നു പോകുന്ന ഏപ്രിൽ തൊട്ടുള്ള മാസങ്ങളിൽ കൃത്യമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്ക് പാലിക്കാനാകാത്ത രീതിയിൽ ഇപ്പോഴും ആ ധനപ്രതിസന്ധി തുടരുകയാണ്. കേന്ദ്രത്തോട് കേരളം 5000 കോടി ഏപ്രിലിൽ തന്നെ ആവശ്യപ്പെട്ടു. പക്ഷെ 5000 കോടി ആവശ്യപ്പെട്ടെങ്കിലും 3000 കോടി കടം എടുക്കാനാണ് കേന്ദ്രം അനുമതി കൊടുത്തുള്ളൂ. നമുക്ക് മനസ്സിലാകുന്നത് 37,512 കോടിയായിട്ട് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഈ വർഷത്തേത്, ഈ ധനവർഷത്തെ, അതായത് 2024-25 ധനവർഷത്തെ നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് അതായത് ഈ വർഷം, അതായത് 2024 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ എന്തുമാത്രം വായ്പ എടുക്കാം, എന്തുമാത്രം അതിനുശേഷമുള്ള 3 മാസക്കാലത്തേക്ക് മാറ്റിവെക്കണം, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞ് മാത്രമേ നമുക്ക് കടമെടുപ്പ് ഇനിയും തുടർന്ന് പോകാൻ പറ്റുകയുള്ളൂ. ആ തീരുമാനം കേന്ദ്രം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ കിഫ്ബി വഴിയായിട്ടും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയായിട്ടും ഒക്കെ എടുത്ത കടം ഇനിയും നമ്മുടെ ഈ 37,512 കോടി അവകാശമുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് ഇനി വെട്ടിക്കുറയ്ക്കുമോ, അതൊക്കെ ഇനി കണ്ടറിയണം. അപ്പൊ കേന്ദ്രത്തിൽ നിന്നൊരു തീരുമാനം വരുന്നത് വരെ ഗവൺമെന്റിന് മുൻപോട്ട് പോകാനുള്ള മാർഗം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ്, ഇവയൊക്കെയാണ്. ഓവർ ഡ്രാഫ്റ്റ് ഒരു വർഷം 144 പ്രാവശ്യം ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. ഒരു ക്വാർട്ടറിൽ, വർഷത്തിന്റെ ഒരു ക്വാർട്ടറിൽ തന്നെ 36 പ്രാവശ്യം ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. പക്ഷെ 14 ദിവസം കൊണ്ട് അത് പലിശ സഹിതം തിരിച്ചടയ്ക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ നിൽക്കുന്നത് കൊണ്ട് വളരെ ഞെരുങ്ങിയാണ് സംസ്ഥാന ഗവൺമെന്റ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഒരു കണക്ക് പുറത്തു വരുന്നത്. ഇന്ധന നികുതി ഇനത്തിൽ സർക്കാരിന് 788 കോടി കുടിശ്ശിക കിട്ടാനുണ്ടത്രേ. ഈ കുടിശ്ശിക എവിടെ നിന്നാണ് കിട്ടേണ്ടത് എന്നറിയുമ്പോഴാണ് നമുക്ക് വളരെ രസാവഹമായി തോന്നുന്നത്. ഇത് അതായത് ഓരോ പെട്രോൾ ബങ്കുകളിലും നാം പെട്രോൾ അടിക്കുമ്പോൾ, പെട്രോളോ ഡീസലോ ഒക്കെ അടിക്കുമ്പോൾ അടയ്ക്കുന്ന നികുതി നേരെ പോകുന്നത് പെട്രോളിയം കമ്പനികളിലേക്കാണ്. ഈ കമ്പനികളാണ് ഈ നികുതി സർക്കാരിന്, കേന്ദ്ര സർക്കാരിനുള്ള വിഹിതം കേന്ദ്രത്തിലേക്കും സംസ്ഥാന സർക്കാരിനുള്ള വിഹിതം സംസ്ഥാനത്തേക്കും കൊടുക്കേണ്ടത്. അങ്ങനെ കിട്ടേണ്ടതാണ് ഈ 788 കോടി രൂപ കേരളത്തിൻ്റെതായിട്ട് കിട്ടാനുള്ളത്. ഈ പെട്രോളിയത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള 788 കോടി കിട്ടിയാൽ തന്നെ വലിയ ഒരാശ്വാസമാണ്. 788 കോടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനായിട്ടുള്ള ഫണ്ട് ഏകദേശം, പൂർണ്ണമായിട്ട് തികയില്ല എങ്കിലും ആകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്രയധികം ബുദ്ധിമുട്ടി ധനപ്രതിസന്ധിയിലൂടെ, അതായത് നീന്തുകയാണ് സംസ്ഥാനം, ഒരു ധനപ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മുങ്ങി താഴാതിരിക്കണമെങ്കിൽ സമയത്ത് എടുക്കേണ്ട നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് എടുക്കണം. അതുപോലെ തന്നെ വേറൊരു ദിവസം ഞാൻ പറയുകയുണ്ടായി,
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഭൂമി രജിസ്ട്രേഷനൊക്കെയുള്ള രജിസ്ട്രേഷൻ ചാർജസ് 20% കണ്ട് വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഭൂമി രജിസ്ട്രേഷൻ കുത്തനെ കുറഞ്ഞുപോയി. അതുകൊണ്ട് ഇക്കഴിഞ്ഞ 2023-24 ധനവർഷത്തില് ഖജനാവിലേക്ക് വരേണ്ടിയിരുന്ന വരുമാനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായത്. മദ്യനികുതി അത് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. അയൽ സംസ്ഥാനങ്ങളുമായിട്ടുള്ള വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ വലിയ ഉയർന്ന വിലയാണ്. അതുകൊണ്ട് കേരളത്തിലെ മദ്യപര് അടുത്ത സംസ്ഥാനത്ത് പോയി മദ്യം കൊണ്ടുവന്ന് കുടിക്കുന്നു. അങ്ങനെയൊക്കെ കേരളത്തിന് ആ വകയിലും ധനനഷ്ടമുണ്ടായിട്ടുണ്ട്. നികുതി ഇതര വരുമാനം പിരിച്ചെടുക്കുന്ന കാര്യത്തിലും ഒരുപാട് കുറവുകൾ, അതായത് ഈ വർഷം ഈ സംസ്ഥാനത്തിനും ഉണ്ടായി. അങ്ങനെ എല്ലാം കൂടിയാണ് ഈ ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമായിരിക്കുന്നത്. അങ്ങനെ രൂക്ഷമായ ധനപ്രതിസന്ധിയുടെ ഒരു സാഹചര്യത്തിലാണ് 20,000 പേരോളമാണ് ഗവൺമെന്റ് ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ധനപ്രതിസന്ധി എങ്ങനെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 788 കോടി എത്രയും വേഗം, അതിനാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ഓൾ ഇന്ത്യ തലത്തില് പെട്രോളിയം കമ്പനികൾ ഉണ്ടാക്കിയ ലാഭം 80,986 കോടിയാണ് എന്ന കണക്ക് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. അവരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള 788 കോടി എത്രയും വേഗം വാങ്ങിയെടുക്കാനായിട്ട് ധനവകുപ്പിലുള്ളവരോ നികുതി വകുപ്പിലുള്ളവരോ ആരാണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ശ്രമിക്കുക, അങ്ങനെ അത് വാങ്ങിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ധനസമാഹരണത്തിലെ പഴുതുകൾ അടച്ച് ധനസമാഹരണം കാര്യക്ഷമമാക്കുക. അതായത് നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിനുമുള്ള വിടവുകൾ അടച്ച് കാര്യക്ഷമമായി ഖജനാവ് നിറയ്ക്കണം. ഇനിയുള്ള 2 വർഷം കൊണ്ട് ഈ ധനപ്രതിസന്ധിക്ക് കടിഞ്ഞാണിട്ട് ധനസമാഹരണം കാര്യക്ഷമമായി വർദ്ധിപ്പിച്ച് സമ്പദ്ഘടനയെ നോർമലാക്കി നിർത്തി തന്നെ അടുത്ത ഇലക്ഷനിലേക്ക് പോകും എന്ന ദൃഢവ്രതവുമായി കാര്യക്ഷമത എന്ന നെടുംതൂൺ കയ്യിൽ പിടിച്ച് മുന്നേറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.